ഗുഡ് ഈവനിങ് ആൾ. Mswm മൊഡ്യൂൾ 4 നമ്മൾ ഇന്ന് കടക്കുന്നത്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ സോളിഡ് വേസ്റ്റ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തത്. സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരുന്ന സമയത്ത് ആ വേസ്റ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഫിസിക്കൽ കമ്പോണൻസ് എന്തൊക്കെ, കെമിക്കൽ കമ്പോണൻസ് എന്തൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. തേർഡ് മൊഡ്യൂളിലേക്ക് എത്തിയ സമയത്ത് അങ്ങനെ ജനറേറ്റ് ചെയ്ത വേസ്റ്റിനെ കളക്ഷൻ ചെയ്യുന്ന മെത്തേഡുകളെ പറ്റി പറഞ്ഞു അല്ലേ. സോ നെക്സ്റ്റ് വി വാണ്ട് ടു ഡിസ്കസ് അബൌട്ട് ദ പ്രോസസ്സിംഗ് ടെക്നിക്സ് ഓഫ് സോളിഡ് വേസ്റ്റ്. ഹൗ ടു പ്രോസസ് ദ സോളിഡ് വേസ്റ്റ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച സോളിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റിനെ നമുക്ക് എങ്ങനെ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റും, അതിന് ഏതൊക്കെ ടെക്നിക്സുകളുണ്ട്, ഈ കാര്യങ്ങളാണ് മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു മൊഡ്യൂളാണ്, കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. Here we want to discuss about the processing techniques, that is mechanical volume and size reduction, chemical volume reduction, component separation, drying method. ഈ 5 മെത്തേഡുകൾ, 5 പ്രോസസ് ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. Waste processing using physical techniques for changing the composition and character of waste. Waste processing includes a lot of different processing techniques. Processing techniques are used to solid waste management system to improve the efficiency of solid waste disposal system, to recover resources, that is unusable materials, to prepare the materials for the recovery of conversion, production and energy. നമ്മൾ കളക്ട് ചെയ്ത സോളിഡ് വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതർ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നു. അങ്ങനെ മാറ്റാൻ നമ്മൾ ഏതൊക്കെ ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രോസസ്സിങ്ങിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പേപ്പർ വേസ്റ്റ്, അത് റീയൂസ് ചെയ്യാൻ പറ്റും അല്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ്, ഇറ്റ് ക്യാൻ റിഡ്യൂസ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസ്പോസൽ സൈറ്റ് ആവാം, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ വരുന്നത് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഓരോ രീതിയുണ്ട്. അപ്പം നമുക്കുണ്ടാവുന്ന വേസ്റ്റുകൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിനെ ഡിസ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ അത് വെച്ചിട്ട് റീയൂസബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ ഫോം ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അത് കൺവേർഷൻ ചെയ്തിട്ട് എനർജി ആക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആവണം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കളക്ട് ചെയ്ത സോളിഡ് വേസ്റ്റിനെ മാറ്റുന്നതിനെയാണ് നമ്മളിവിടെ വേസ്റ്റ് പ്രോസസ്സിംഗ് അഥവാ പ്രോസസ്സിംഗ് ടെക്നിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വേസ്റ്റ് പ്രോസസ്സിംഗ് ടെക്നിക്ക് ചെയ്യുന്നത് used in municipal solid waste management system include 5 methods. First one, mechanical volume reduction അഥവാ mechanical volume and size reduction, chemical volume reduction, mechanical size reduction, component separation, drying and dewatering. ഈ 5 പ്രോസസ്സുകളാണ് നമ്മളൊരു വേസ്റ്റിനെ നെക്സ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, മെക്കാനിക്കൽ വോളിയം ആൻഡ് സൈസ് റിഡക്ഷൻ. വോളിയം റിഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, അതിൻ്റെ വോളിയം കുറയ്ക്കുകയാണ് അല്ലേ, എമൗണ്ട് കൂടുതലുള്ളതിനെ കുറയ്ക്കുകയാണ്. അങ്ങനെ കുറയ്ക്കണമെങ്കിൽ ഉള്ള മെത്തേഡിനെ നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നുണ്ട്. സോ വോളിയം റിഡക്ഷൻ ഓർ കോമ്പാക്ഷൻ എന്ന് പറയാൻ പറ്റും. The main purpose is to reduce the volume and size of the waste as compared to original form and produce waste of uniform size. This is the mechanical volume and size reduction. Here volume reduction or compaction means it refers to densifying waste in order to reduce the volume. Some of the benefits of compaction includes reduction in quantity material to be handled at the disposal site, also improve the efficiency of collection and disposal waste, also increase the life of the landfills and economically viable waste management system. ഇങ്ങനെ നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് അത് ഹാൻഡിൽ ചെയ്യാൻ ഡിസ്പോസൽ സൈറ്റിലേക്ക് എത്തിക്കാൻ പെട്ടെന്ന് കഴിയും.
അതേപോലെ കളക്ഷൻ മുതൽ ഡിസ്പോസൽ വേസ്റ്റ് വരെയുള്ള എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലാൻഡ് ഫിൽ ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എക്കണോമിക്കലി നമുക്ക് പെട്ടെന്ന് വേയബിൾ ആണ്. വേസ്റ്റ് ഇതാക്കാൻ വേണ്ടി നമുക്ക് അത്ര എക്കണോമിക്കലി ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് എസ്റ്റിമേഷൻ ചെയ്യേണ്ടി വരില്ല. സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ സൈസ് വോളിയം റിഡ്യൂക്ഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിനായിട്ട് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ ദ കോമ്പാക്ഷൻ ബേസ്ഡ് ഓൺ ദർ മൊബിലിറ്റീനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ എക്യുപ്മെൻറ്റ് ഈസ് സ്റ്റേഷനറി എക്യുപ്മെൻറ്റ്. നമ്മളൊരു എക്യുപ്മെൻറ്റ് അതിലേക്ക് ലോഡ് ചെയ്യുന്നു, വേസ്റ്റ് ലോഡ് ചെയ്യുന്നു, അത് മാനുവലിയോ മെക്കാനിക്കലിയോ വൈബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്രസ് ചെയ്തിട്ട് സ്റ്റേഷനറി കോമ്പാക്ടർ യൂസ് ചെയ്തിട്ട് വേസ്റ്റ് കോമ്പാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ അപ്ലിക്കേഷൻ അത് സ്റ്റേഷനറി കോമ്പാക്ടേഴ്സ് വെച്ചിട്ട് ഇൻഡസ്ട്രിയലിൽ ആവശ്യത്തിന് ഹെവിയോ ട്രാൻസ്ഫറോ അങ്ങനെ എന്താണോ ആവശ്യത്തിനനുസരിച്ചിട്ട് അത് കോമ്പാക്ട് ചെയ്യുന്നത്. ഈ ഒരു രീതിയാണ് നമ്മൾ ബേസ്ഡ് ഓൺ ദ മൊബിലിറ്റി എന്ന് പറയുന്നത്. So the equipment in which waste are brought to and loaded into either manually or mechanically. Compaction mechanism is used to compress waste in the collection vehicle, stationary compactor. According to their application, stationary compactors can be described as the light duty, commercial or light industrial, heavy industrial and transfer station compactors. Usually, large compactors are necessary when waste were to compressed into steel container, chamber, transport vehicle directly. ഒബിയസ്ലി നമുക്കറിയാം ആ കാര്യങ്ങൾ അല്ലേ. ബേസ്ഡ് ഓൺ മൊബിലിറ്റി അല്ലാതെ അക്കോർഡിംഗ് ടു ദർ കോമ്പാക്ഷൻ പ്രഷർ ബേസിലും നമുക്ക് കോമ്പാക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് അവിടെ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രഷർ, ആ കോമ്പാക്ഷൻ പ്രഷർ രണ്ട് രീതിയിലാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് വൺ ലോ പ്രഷർ, അതായത് ലെസ് ദാൻ 7 kg/cm കോമ്പാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഹൈ പ്രഷർ കോമ്പാക്ഷൻ മോർ ദാൻ 7 kg/cm³ ആയിരിക്കണം. സോ ഈ രണ്ട് രീതിയിലാണ് നമ്മൾ കോമ്പാക്ഷൻ പ്രഷറിനെ ബേസ് ചെയ്തിട്ട് കോമ്പാക്ടേഴ്സിനെ കാണുന്നത്. ഫസ്റ്റ് വൺ ലോ പ്രഷർ കോമ്പാക്ഷൻ. ദിസ് ഇൻക്ലൂഡ് those used at an apartment or commercial establishment, baling equipment used for the waste papers and cardboards and stationary compactors used to transfer station. അവിടെ നമുക്ക് മെയിനായിട്ട് വരുന്നത് വേസ്റ്റ് പേപ്പേഴ്സ്, കാർഡ്ബോർഡ് അങ്ങനെയുള്ള ഐറ്റംസ് ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്ക് എത്തിക്കണം. ഇൻ ലോ പ്രഷർ കോമ്പാക്ഷൻ വേസ്റ്റ് ആർ കോമ്പാക്റ്റഡ് ഇൻ എ ലാർജ് കണ്ടെയ്നേഴ്സ്. Portable stationary compactors are being used increasingly by a number of industries in conjunction with the material recovery options, especially for waste paper and cardboard. അപ്പം നമ്മളവിടെ വലിയതായ രീതിയിലുള്ളൊരു വേസ്റ്റ് ജനറേറ്റ് ചെയ്യാത്തൊരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ ട്രാൻസ്ഫർ സ്റ്റേഷനിൽ എത്തിച്ച് അവിടുന്ന് ഡിസ്പോസൽ സൈറ്റിലേക്ക് എത്തിക്കുകയായിരുന്നല്ലോ ചെയ്തത്. അങ്ങനെ ട്രാൻസ്ഫർ സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ പ്രഷർ കോമ്പാക്ഷൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും വേസ്റ്റ് പേപ്പറും കാർഡ്ബോർഡ്സും ആണ് മെയിനായിട്ടും ഉണ്ടാവുക. In the case of high pressure compaction, it is more than 7 kg/cm². Here the capacity up to 351.5 kg/cm² or under this category. In such system, specialized compaction equipment are used to compress solid waste into blocks or bales at various sizes. ശ്രദ്ധിക്കുക, നമുക്കവിടെ ഇവിടെ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്ന സമയത്ത് അതൊന്നുകിൽ ബ്ലോക്ക് ഫോമിലോ അല്ലെങ്കിൽ ബെയിൽ ഫോമിലേക്കോ ആയിട്ട് സൈസ് റിഡ്യൂസ് ചെയ്ത് വെക്കും. ഇൻ സം കേസസ് പൾവറൈസ്ഡ് വേസ്റ്റ് ആർ എക്സ്ട്രൂഡഡ് ആഫ്റ്റർ ദ കോമ്പാക്ഷൻ ഇൻ ഫോം ഓഫ് ലോക്സ്. The volume reduction achieved in these high pressure compaction system varies with the characteristics of waste. Typically, the reduction range 3:1 through 8:1. When waste are compressed, the volume reduced, which normally compressed per percentage of computed equation. Here, കോമ്പാക്ഷൻ നടക്കുന്നുണ്ട്. ആ കോമ്പാക്ഷൻ പക്ഷേ
ഹൈ കപ്പാസിറ്റി ഉള്ള സമയത്ത് അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉള്ള സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ടൈപ്സിലൊക്കെയാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് കോമ്പാക്ഷൻ ചെയ്യുക. ഇതിൻ്റെ റിഡക്ഷൻ റേഞ്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ 3:1 വേരി ചെയ്യണമെന്നാണ്. ആ 3:1 എന്നുള്ളത് 8:1 വരെ നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ നോർമലി കംപ്രഷൻ പ്രകാരം വോളിയം റെഡ്യൂസ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു കംപ്രഷൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിൽ അതിൻ്റെ വോളിയം റിഡക്ഷൻ കാണാൻ ചോദിക്കുകയാണ്. ആ ടൈമിൽ അതിൻ്റെ ഇക്വേഷൻ വിൽ ബി V1 മൈനസ് V ഡിവൈഡഡ് ബൈ V1 ഇൻറ്റു 100. V1 എന്ന് പറയുന്നത് വോളിയം ഓഫ് വേസ്റ്റ് ബിഫോർ കോമ്പാക്ഷൻ ആണ്. V എന്ന് പറയുന്നത് ആദ്യത്തെ മീൻസ് ഒറിജിനൽ വോളിയമാണ്. സോ കോമ്പാക്ഷൻ വോളിയം റിഡക്ഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ്. ഈ വോളിയം റിഡക്ഷൻ വെച്ചിട്ട് നമുക്ക് എന്തിവിടെ പറയാം? ദ കോമ്പാക്ഷൻ റേഷ്യോ ഓൾസോ വി ക്യാൻ ഫൈൻഡ് ഔട്ട്. സോ ദ കോമ്പാക്ഷൻ റേഷ്യോ ഈസ് V1 by V2. V1 is the volume of waste before the compaction. V2 is the volume of waste after the compaction. They are mentioned. They are denoted in meter cube. വോളിയം അല്ലേ, മീറ്റർ ക്യൂബിലാണ് നമ്മൾ പറയുക. സോ ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് കണ്ടീഷൻ മെക്കാനിക്കൽ വോളിയം ഓർ സൈസ് റിഡക്ഷൻ ആണ്. വോളിയം റിഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സൈസ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. അത് പ്രകാരം വോളിയം റിഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുന്ന രണ്ട് മെത്തേഡ് ബേസ്ഡ് ഓൺ ദർ മൊബിലിറ്റി ആൻഡ് ബേസ്ഡ് ഓൺ ദർ കോമ്പാക്ഷൻ പ്രഷർ, അതിൽ തന്നെ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മളിപ്പം പറഞ്ഞത്. ദെൻ സെലക്ഷൻ ഓഫ് കോമ്പാക്ഷൻ എക്യുപ്മെന്റ്. ഇങ്ങനെയുള്ള കോമ്പാക്ഷൻ എക്യുപ്മെന്റ് എങ്ങനെ സെലക്ട് ചെയ്യാം? ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സൈസ്, കോമ്പോസിഷൻ, മോയ്സ്ചർ കണ്ടന്റ് ആൻഡ് ബൾക്ക് ഡെൻസിറ്റി ഓഫ് ദ വേസ്റ്റ് ടു ബി കോമ്പാക്റ്റഡ്. നമുക്ക് കോമ്പാക്റ്റ് ചെയ്യാനുള്ള വേസ്റ്റിന്റെ സൈസ്, കോമ്പോസിഷൻ, മോയ്സ്ചർ കണ്ടന്റ്, ബൾക്ക് ഡെൻസിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കോമ്പാക്ഷൻ എക്യുപ്മെന്റ് ചൂസ് ചെയ്യാൻ. ഓൾസോ മെത്തേഡ് ഓഫ് ട്രാൻസ്ഫറിങ് ആൻഡ് ഫീഡിങ് വേസ്റ്റ് ടു ദ കോമ്പാക്ടർ ആൻഡ് ഹാൻഡ്ലിംഗ്. നമ്മൾ വേസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ തൽക്കാലം സ്റ്റോർ ചെയ്യുന്നത്, അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും നമുക്ക് കോമ്പാക്ടർ സെലക്ട് ചെയ്യാം. പൊട്ടൻഷ്യൽ യൂസ് ഓഫ് കോമ്പാക്റ്റഡ് വേസ്റ്റ് മെറ്റീരിയൽ. നമ്മൾ എത്ര പ്രഷറിലാണ് നമുക്ക് കോമ്പാക്റ്റ് ചെയ്യേണ്ടതിനെ ബേസ് ചെയ്തിട്ട് എക്യുപ്മെന്റ് ചൂസ് ചെയ്യാം. ഡിസൈൻ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സൈസ് ഓഫ് ദ ലോഡിംഗ് ചാമ്പർ, കോമ്പാക്ഷൻ പ്രഷർ, കോമ്പാക്ഷൻ റേഷ്യോ. അതായത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോമ്പാക്ഷൻ എക്യുപ്മെന്റിന്റെ ലോഡിംഗ് സൈസ്, കോമ്പാക്ഷൻ പ്രഷർ, കോമ്പാക്ഷൻ റേഷ്യോ, ഈ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചൂസ് ചെയ്യാൻ പറ്റും? കോമ്പാക്ഷൻ എക്യുപ്മെന്റ് ചൂസ് ചെയ്യാൻ പറ്റും. Operational characteristics such as energy requirement, routine and specialized maintenance requirements, simply of operation, reliability, noise output, and air and water pollution control and requirement. Also, site consideration, including space, height, access, noise, related environmental limitations. So, നമ്മളൊരു എക്യുപ്മെന്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലോഡിന് ഇന്ന എക്യുപ്മെന്റ് ആണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതെങ്ങനെ റൂട്ടീൻ ചെയ്യാൻ പറ്റും, അതെങ്ങനെ ഓപ്പറേഷൻ ചെയ്യും, അത് റിലയബിൾ ആണോ, നോയിസ് കൺട്രോൾ ആണോ, വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ ആണോ, ഈ കാര്യങ്ങളും കൂടി വെച്ചിട്ട് വേണം നമ്മൾ എക്യുപ്മെന്റ് യൂസ് ചെയ്യാൻ. ഓൾസോ അത് എവിടെ വെക്കുന്നു, അതിൻ്റെ സൈറ്റ് കൺസിഡറേഷൻ, അതിൻ്റെ സ്പേസ്, ഹൈറ്റ്, ആക്സസ്, നോയ്സ്, ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ലിമിറ്റേഷൻസും ഓക്കെ ആണോ എന്നത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. സോ ഇത്രയുമാണ് ഒരു കോമ്പാക്ഷൻ എക്യുപ്മെന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ദ അഡ്വാൻറ്റേജസ് അസോസിയേറ്റഡ് വിത്ത് ദ കോമ്പാക്ഷൻ. പുവർ ക്വാളിറ്റി ഓഫ് റീസൈക്കിളബിൾ മെറ്റീരിയൽ സോർട്ട് ഔട്ട് ദ കോമ്പാക്ഷൻ വെഹിക്കിൾ. പുവർ ക്വാളിറ്റി ആണ്. ഡിഫിക്കൽട്ട് ഇൻ സെഗ്രിഗേഷൻ ഇൻ സോർട്ടിങ്. സെഗ്രിഗേഷനോ അല്ലെങ്കിൽ സോർട്ടിങ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബയോഡിഗ്രേഡബിൾ മെറ്റീരിയൽ. ഡിസ്ട്രോയ് ദ വാല്യൂ ഓഫ് പേപ്പർ ആൻഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽ. Also biodegradable material ആണ്. So poor quality, difficulty in segregation, biodegradable material, it is destroy the plastic and papers. ഈ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ വോളിയം സൈസ് റിഡക്ഷൻ ചെയ്യുന്നതിന് നമ്മൾ വോളിയം സൈസ് റിഡക്ഷൻ ആണ് നമ്മളിപ്പം പറഞ്ഞത് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് നോർമൽ മെക്കാനിക്കൽ സൈസ് റിഡക്ഷൻ. സോ അത് നമ്മൾ ഷ്രെഡിങ് എന്ന് അല്ലെങ്കിൽ സൈസ് റിഡക്ഷൻ ഓർ ഷ്രെഡിങ് എന്നാണ് പറയുന്നത്. അതായത് ദിസ് ഈസ് ദ റിക്വയർഡ് ടു കൺവേർട്ട് ലാർജ് സൈസ്ഡ് വേസ്റ്റ് ടു സ്മോൾ സൈസ്. ലാർജ് സൈസുള്ള വേസ്റ്റിനെ നമുക്ക് എന്തായി കൺവേർട്ട് ചെയ്യണം? സ്മോളർ സൈസിലേക്ക് മാറ്റണം.
ആ ഒരു മെത്തേഡിനെയാണ് ഷ്രെഡിംഗ് അഥവാ സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഒബ്റ്റൈനിങ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഇൻ എ റീസണബിൾ യൂണിഫോം ആൻഡ് കൺസിഡറബിളി റിഡ്യൂസ്ഡ് സൈസ് ഇൻ കമ്പാരിസൺ ടു ദ ഒറിജിനൽ ഫോം. നമുക്കത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ സൈസ് റിഡ്യൂസ് ചെയ്യാൻ സ്മോളർ സൈസിലേക്ക് റിഡ്യൂസ് ചെയ്യുന്നത് യൂണിഫോം ഷേപ്പിൽ റീസണബിൾ ആവുന്നതാണ് ഷ്രെഡിംഗ് എന്ന് പറയുന്നത്. സൈസ് റിഡക്ഷൻ ഡസ് നോട്ട് നെസസറിലി ഇംപ്രൂവ് volume reduction, and this must factor in the design of operation of solid waste management system as well as the recovery material of reuse and conversion to energy. Here, the overall process of waste treatment and disposal size reduction is implemented by landfilling to provide a more homogeneous product. Also, recovering material from waste stream for recycling. Also, baling of waste, that is a process sometimes used ahead a long distance transport of solid waste to achieve the greater density, making the waste a better fuel incineration. Also, reduced moisture and drying and dewatering waste. So these are the main waste treatment disposal processes. Here ഷ്രെഡിങ്ങിനെ തന്നെ നമുക്ക് രണ്ട് മെത്തേഡിലാണ് നമ്മൾ പറയുന്നത്. The most frequently used shredding equipments are following. First one is hammer mill. Here in the figure you can see the hammer mill flow chart. ഇവിടെ സോളിഡ് വേസ്റ്റ് ഇതിൽ ഡംപ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഹാമർ കാണാൻ പറ്റും. ഹാമർ റോളറാണ്. അതിൻ്റെ അകത്ത് ഹാമർ ഉണ്ട്. ഹാമറിനൊരു ഹാമർ ബോൾട്ട് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്ക് ഉണ്ട്. ഒരു ഷാഫ്റ്റ്. ദെൻ ഇതിലെ ഈ ഒരു ഗ്രേറ്റ് കൂടെ പാസ് ചെയ്ത് സോളിഡ് വേസ്റ്റ് പുറത്തേക്ക് പോരും. ഇവിടെ ഒരു കവർ ഹിഞ്ച് ഉണ്ട്. ഇതാണ് ഒരു ഹാമർ മില്ലിൻ്റെ ഡയഗ്രം എന്ന് പറയുന്നത്. യു ക്യാൻ സീ വെയിറ്റ്. സൈസ് റിഡക്ഷൻ ഇമ്പാക്റ്റ് ആണ്. ഈ ഒരു റോളർ ഹാമർ കണ്ടോ? ഹാമറിൻ്റെ അകത്തേക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിലേ വന്നിട്ട് അത് ഈ ബ്ലേഡ് യൂസ് ചെയ്തിട്ട് ഹാമർ യൂസ് ചെയ്തിട്ട് അത് ഫിനിഷിങ്ങിലേക്ക് സ്മോൾ സൈസിലേക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഗ്രേഡിംഗ് വിത്ത് ഇമ്പാക്റ്റ്. ഇതാണ് സൈസ് റിഡക്ഷൻ നമ്മൾ ഹാമർ മില്ല് യൂസ് ചെയ്യുന്നത്. Collected in a suitable receiver when the desired into the hopper, which is connected with the drum. Then the material is powdered to the desired size due to the fast rotation of hammers. Okay, the material is powdered. So this is the hammer mill എന്ന് പറയുന്നത്. So first equipment, hammer mill. These are the most often in large commercial operation for reducing the size of waste. Hammer mill is an impact device consisting of a number of hammers fastened flexibility to the inner disc which rotates at a higher speed. കൊമേഴ്ഷ്യൽ ഓപ്പറേഷന് വേണ്ടി, ലാർജ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് എക്യുപ്മെന്റ് ആണ് ഹാമർ മിൽ എന്ന് പറയുന്നത്. ഇത് അതിന്റെ നമ്പർ ഓഫ് ഹാമേഴ്സ് വെച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഇന്നർ ഡിസ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡിനനുസരിച്ചിട്ട് സോളിഡ് വേസ്റ്റ് സ്മോളർ സൈസിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. The solid waste they enter to the mill
are which may hit by the affect sufficient force which thermolabile crush drums them or the velocity, materials. so they do not Now, adhere to the the hammers. high-speed operation Waste are also further causes reduced in the damage to size the by loom. being Okay, struck between breaker the plates high-speed or operation cutting may bars cause fixed around damage the to the periphery loom of the inner chamber. if This the process of foreign cutting object and such strikes as action stone continue or until the missile required is size present in the of loom. Okay, material so this was about achieved, the and working after that it of fall out hammer. the bottom of the bin. So Now, നമ്മൾ ഇതിൽ let us ഒരു see വേസ്റ്റ് the ഡംപ് diagram ചെയ്യുന്നു, and ഇവിടെ റൊട്ടേഷൻ visually നടക്കുന്നു, working ഹാമർ of hammer. So ഈ you can വേസ്റ്റുകൾ see here ചെറുതാക്കുന്നു, ദെൻ ബാക്കിയുള്ള ഷ്രെഡ് ചെയ്ത വേസ്റ്റ് താഴോട്ടേക്ക് the ട്രാൻസ്ഫർ ആവുന്നു, material ഷ്രെഡഡ് വേസ്റ്റ് is ഹോപ്പർ വഴി placed ഗേറ്റ് വെച്ച് താഴോട്ട് ഹോപ്പർ ആവുന്നു. ഇത്രയുമാണ് ഒരു ഹാമർ material is മിൽ put എന്ന് പറയുന്നത്. into the സെക്കൻഡ് hopper എക്യുപ്മെന്റ് എന്ന് പറയുന്നത് and this ഹൈഡ്രോ hopper is attached പൾപ്പർ. to the യു ക്യാൻ drum. സീ ദിസ് Okay, ഫിഗർ. now the സിയർ material ഹൈഡ്രോ പൾപ്പർ. ഇവിടെയും ഒരു whose size ബ്ലേഡ് adjustment is to be തന്നെയാണ് done ഉള്ളത്. comes in അതൊരു one pack സ്ലറി with these ലെവലിന്റെ hammers. മേലെയാണ്, Okay, അത് വെച്ച് കട്ട് and the ചെയ്യുവാണ്. ഇതിൻ്റെ ഒരു material is powdered വീഡിയോ on the നമുക്കൊന്ന് desired നോക്കാം. size due to the fast rotation of the hammers, and these size reduced material is collected into similar classes peacefully in the middle. അതിലേക്ക് വേസ്റ്റ് ഇടുന്നു. വേസ്റ്റ് വാട്ടറായിട്ട് മാറുന്നു. സോ ഹൈഡ്രോ പൾപ്പർ അതിൻ്റെ ഒരു വർക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. സൈസ് റിഡക്ഷന് ഹൈഡ്രോ പൾപ്പർ എന്ന് പറയുന്നത് ഒരു അൾട്ടർനേറ്റീവ് മെത്തേഡാണ്. അതായത് സോളിഡ് വേസ്റ്റ് ആൻഡ് റീസൈക്ൽഡ് വാട്ടർ ആഡ്
ആഡഡ് ടു ദ ഹൈഡ്രോപൾപ്പർ. ഹൈഡ്രോപൾപ്പറിലേക്ക് സോളിഡ് വേസ്റ്റും റീസൈക്കിൾഡ് വാട്ടറും കൂടി ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ദ ഹൈ സ്പീഡ് കട്ടിംഗ് ബ്ലേഡ്സ് മൗണ്ടഡ് ഓൺ ദ റോട്ടർ ഇൻ ബോട്ടം ഓഫ് എ യൂണിറ്റ് കൺവേർട്ട് ദ പൾപ്പബിൾ and friable material into slurry with the solid content varying 2.5 to 3.5%. The metal, tins, cans, non-pulpable or non-friable materials are rejected from the side of the proper hydropulper tank. Also, the rejected material passes down a chute that is connected to a bucket elevator while the solid slurry passes through the bottom of the pulper tank and pumped into the next processing operation. So, നമ്മളൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡായിട്ടാണ് ഹൈഡ്രോപൾപ്പറിനെ പറയുന്നത്. ഈ ഹൈഡ്രോപൾപ്പർ ഹൈ സ്പീഡിൽ നമ്മൾ ആ കട്ടിംഗ് ബ്ലേഡിലേക്ക് ഈ വാട്ടർ, സോളിഡ് വേസ്റ്റും റീസൈക്കിൾഡ് വാട്ടറും കൂടി ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് മെറ്റൽ വേറെ, ടിന്ന് വേറെ, ക്യാന് വേറെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വേണ്ടാത്തതൊക്കെ റിജക്റ്റഡ് ചെയ്ത് മെറ്റീരിയൽ പാസ് ചെയ്ത് അത് നെക്സ്റ്റ് പ്രോസസ്സിങ് ഓപ്പറേഷനിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്നു. അത്രയുമാണ് ഒരു ഹൈഡ്രോപൾപ്പറിൻ്റെ എക്യുപ്മെൻറ്റ് സൈസ്. ഹൈഡ്രോപൾപ്പർ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈസ് റെഡ്യൂസ് ചെയ്യുന്നത്. സോ വോളിയം ഷ്രെഡിങ്ങിൽ നമ്മൾ രണ്ട് എക്യുപ്മെൻറ്റ്, ഹാമർ മില്ലും ഹൈഡ്രോപൾപ്പറും ഇത് പഠിച്ചിരിക്കണം. ആൻഡ് ദ സെലക്ഷൻ ഓഫ് ദ റിഡക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഷ്രെഡിങ്. ബിഫോറും ആഫ്റ്ററുമായിട്ട് ഷ്രെഡിങ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട്. ഓൾസോ ദ സൈസ് റിക്വയർമെൻറ്റ് ഓഫ് ഫോർ ഷ്രെഡിങ് മെറ്റീരിയൽ ബൈ കോമ്പോണൻറ്റ്, method of feeding shredders, provision of adequate shredder hood capacity and clearance requirement between feed and transfer conveyors and shredders. Also type of the operation, continuous ആണോ intermittent ആണോ, ആ ഒരു type of operation ബേസ് ചെയ്തിട്ട്. Then operation characteristics include energy requirement, routine and specialized maintenance requirements, simplicity of operation, reliability, noise output and air and water pollution control. ഇപ്പം വാട്ടർ പൊല്യൂഷൻ കൺട്രോൾ അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈസ് റിഡക്ഷൻ എക്യുപ്മെൻറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. ഓൾസോ സൈറ്റ് കൺസിഡറേഷൻ, അതായത് സ്പേസ്, ഹൈറ്റ്, ആക്സസ്, നോയ്സ്, എൻവയോൺമെൻറ്റൽ ലിമിറ്റേഷൻസ്, ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എക്യുപ്മെൻറ്റ് സൈസ് സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഓൾസോ മെറ്റൽ സ്റ്റോറേജ് ആഫ്റ്റർ ദ സൈസ് റിഡക്ഷൻ ഫോർ നെക്സ്റ്റ് ഓപ്പറേഷൻ ഈസ് ഓക്കെ. ആ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് സെലക്ഷൻ ഓഫ് സൈസ് റിഡക്ഷൻ എക്യുപ്മെൻറ്റിൻ്റെ ഒരു ഫാക്ടറാണെന്ന് പറയാം. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ഫോർത്ത് മൊഡ്യൂളിൽ വേസ്റ്റ് പ്രോസസ്സിങ് എന്താണെന്ന് പറഞ്ഞു. വേസ്റ്റ് പ്രോസസ്സിങ്ങിന് 5 മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ മെക്കാനിക്കൽ വോളിയം ആൻഡ് സൈസ് റിഡക്ഷൻ. വോളിയം റിഡക്ഷൻ ചെയ്യാൻ കോമ്പാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആ കോമ്പാക്ഷൻ ബേസ്ഡ് ഓൺ ദ മൊബിലിറ്റി ബേസ് ചെയ്ത് പറഞ്ഞു. അതേപോലെ അക്കോർഡിംഗ് ടു ദർ കോമ്പാക്ഷൻ പ്രഷർ ബേസ് ചെയ്തിട്ടും പറഞ്ഞു. ദെൻ അതിൻ്റെ സെലക്ഷൻ എക്യുപ്മെൻറ്റ്സിൻ്റെ ഫാക്ടേഴ്സ് പറഞ്ഞു. ദെൻ നമ്മൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ദെൻ മൂവ് ടു സൈസ് റിഡക്ഷൻ ഓർ ഷ്രെഡിങ്, അതെന്താണെന്ന് പറഞ്ഞു. അതിലെ 2 എക്യുപ്മെൻറ്റ്സ്, ഹാമർ മില്ല് അതേപോലെ ഹൈഡ്രോപൾപ്പർ, ഈ 2 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. അത് സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ സൈസ് റിഡക്ഷൻ എക്യുപ്മെൻറ്റ് സെലക്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കോമ്പോണൻറ്റ് സെപ്പറേഷൻ ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്ലാസ് വീഡിയോ കൂടി കഴിയുമ്പോഴത്തേക്ക് ഈ മൊഡ്യൂൾ തീരും. അതായത് കമ്പോണൻറ്റ് സെപ്പറേഷൻ എന്താണ്, അതിൻ്റെ മെത്തേഡ്സ്, ദെൻ ഡ്രൈയിങ് ഓർ റീവാട്ടറിങ്, ആ 2 പ്രോസസ്സുകൾ കൂടി പറഞ്ഞാൽ ഈ ടെക്നിക്സ് 5 കംപ്ലീറ്റ് ആയി നമ്മളത് കഴിയും. ഓക്കെ.